സ്റ്റുഡൻസ് ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നിങ്ങൾക്ക് ട്രാവൽ ട്രാൻസ്പോർട്ടേഷൻ അതിൻ്റെ ആപ്പ് മസ്റ്റാണ്. അതായത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി, നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഫെറി, ട്രെയിന്, ലൈറ്റ് റെയിൽ അല്ലെങ്കിൽ ട്രാം, ബസ് ഇതെല്ലാം വരും കേട്ടോ. ഫെറി എന്ന് പറഞ്ഞാൽ ബോട്ടാണ്, നിങ്ങൾക്കറിയാം. ലൈറ്റ് റെയിൽ അല്ലെങ്കിൽ ട്രാം എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെയും ബസ്സിൻ്റെയും ഇടകലർന്ന രൂപം, റോഡിന് നടുക്കൂടെ സഞ്ചരിക്കുന്ന സംഭവമാണ് ഈ ലൈറ്റ് റെയിൽ അഥവാ ട്രാം. മെൽബണിലൊക്കെ ട്രാം എന്ന് പറയും, സിഡ്നിയിൽ അതിനെ ലൈറ്റ് റെയിൽ എന്ന് പറയും. ഇപ്പോൾ റോഡിൻ്റെ നടുക്കൂടെ ഈ സാധനം നല്ല ഒതുക്കത്തിൽ കൂടെ ഇങ്ങനെ പോകും, മെട്രോ പോലെ തന്നെ ഇരിക്കും കേട്ടോ. അങ്ങനത്തെ സിസ്റ്റമുണ്ട്. അത് വളരെ കൺവീനിയൻ്റ് ആയിട്ട് അതും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ട്രാം ട്രാക്കർ അല്ലെങ്കിൽ നോർമലി ലൈറ്റ് റെയിൽ ട്രാക്കറൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ ഗൂഗിൾ മാപ്പിനകത്തും പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ നന്നായിട്ട് തന്നെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൂഗിൾ മാപ്പ് എല്ലാവരുടെ ഫോണിൽ ഇൻബിൽറ്റ് ഉള്ളതാണ്, ഞാനത് എടുത്ത് പറയേണ്ടതല്ല. പിന്നെ നിങ്ങളുടെ ബാങ്ക് ഏതാണോ, കോമൺവെൽത്ത് ബാങ്കിൻ്റെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആപ്പ് ഓൾറെഡി നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക, നല്ലതായിരിക്കും. പിന്നെ മണി ട്രാൻസ്ഫറിനുള്ള നല്ല ആപ്പാണ് വൈസ്. ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു നല്ല ആപ്പാണ് വൈസ്. അത് നിങ്ങൾക്ക് വരുമ്പോൾ ഉടനെ ആവശ്യമില്ല, പക്ഷേ അത് നല്ലൊരു സാധനമായിരിക്കും. ഇനി ഓരോ സ്റ്റേറ്റ് വൈസ് ആപ്പിൻ്റെ പേരെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. വിക്ടോറിയയിലാണെങ്കിൽ PTV ആപ്പ്, ഇതാണ് ഒഫീഷ്യൽ അവിടുത്തെ ആപ്പ്, PTV. അപ്പോൾ മൈക്കി എന്ന് പറഞ്ഞൊരു ട്രാൻസ്പോർട്ടേഷൻ കാർഡാണ് വിക്ടോറിയയിൽ യൂസ് ചെയ്യുന്നത്. മെൽബൺ അടങ്ങിയിരിക്കുന്ന സ്റ്റേറ്റിൻ്റെ പേരാണ് വിക്ടോറിയ. അപ്പോൾ വിക്ടോറിയയിൽ മൊത്തത്തിൽ PTV ആപ്പാണ് യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പ്. അത് സർക്കാരിന് തന്നെ ഒഫീഷ്യൽ ആപ്പാണ്. അതിനകത്ത് നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഓഫ് വിക്ടോറിയ എന്നുള്ളതാണ് PTV. അപ്പോൾ അതിനകത്ത് എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടും കാണാം. ട്രെയിൻസും ട്രാംസും ബസ്സുമാണ് വിക്ടോറിയയിലുള്ളത്, അതെല്ലാം തന്നെ ഇതിനകത്ത് കാണാം. ട്രാം ട്രാക്കർ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അത് ട്രാംസിൻ്റെ സമയം മാത്രം ആക്യുറേറ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന ആപ്പാണ് ട്രാം ട്രാക്കർ. പിന്നെ ഗൂഗിൾ മാപ്സ്, മൂവ് ഇറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അത് ഓസ്ട്രേലിയ മൊത്തത്തിൽ ഉള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് ഇൻഫർമേഷൻ ഉള്ളതാണ്. അപ്പം നിങ്ങൾ ട്രാവലൊക്കെ ചെയ്യുന്നുണ്ട് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സിലെങ്കിൽ മൂവ് ഇറ്റ്, MOOVIT എന്നുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നന്നായിരിക്കും. അടുത്ത ന്യൂ സൗത്ത് വെയിൽസിൻ്റെ ഒഫീഷ്യൽ ആപ്പ് ഏതാണെന്ന് നോക്കാം. ഒപ്പൽ ട്രാവൽ, അതുപോലെ ട്രിപ്പ് വ്യൂ. ഇങ്ങനെ 2 ആപ്പുണ്ട്. ട്രിപ്പ് വ്യൂ ലൈറ്റ് എന്ന് പറഞ്ഞ സാധനം ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ട്രിപ്പ് വ്യൂയുടെ പെയ്ഡ് വേർഷൻ ഉണ്ട്, $3-4 ആവും. അതാകുമ്പോൾ അഡ്വർടൈസ്മെൻ്റ് ഒന്നുമില്ല, കുറച്ചുകൂടെ ഈസിയാണ്. ഡെയിലി കമ്മ്യൂട്ട് ചെയ്യുന്നവർക്കൊക്കെ വേണമെങ്കിൽ ആ $4 കൊടുത്ത് അത് യൂസ് ചെയ്യാം. അല്ലാത്തവർക്ക് ഫ്രീ വേർഷൻ ഉപയോഗിച്ചാലും സ്റ്റുഡൻസിന് യാതൊരു പ്രശ്നവും ഇല്ല. അതിനകത്ത് എല്ലാ ഇൻഫർമേഷനും കറക്റ്റായിട്ട് കാണാം. ഇനി അതർ യൂസ്ഫുൾ ആപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എനി ട്രിപ്പ്, ഗൂഗിൾ മാപ്പ്, അതുപോലെ മൂവ് ഇറ്റ് ആണ്. ട്രെയിൻസ്, ബസ്സസ്, ഫെറീസ്, ലൈറ്റ് റെയിൽസ്, ഇതാണ് ന്യൂ സൗത്ത് വെയിൽസിലുള്ള, സിഡ്നി അടങ്ങിയിരിക്കുന്ന ന്യൂ സൗത്ത് വെയിൽസിലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം. അടുത്തതായിട്ട് ക്യൂൻസ്ലാൻഡിൽ എന്താണെന്ന് നോക്കാം. മൈ ട്രാൻസ്ലിങ്ക് എന്നാണ് ക്യൂൻസ്ലാൻഡിലെ ആപ്പിൻ്റെ പേര്. ഗൂഗിൾ മാപ്പും മൂവിറ്റും, ട്രെയിൻസും ഉണ്ട്, ബസ്സും ഉണ്ട്, ഫെറിയും ഉണ്ട് ക്യൂൻസ്ലാൻഡിൽ. ബ്രിസ്ബെയിൻ അടങ്ങിയിരിക്കുന്ന സ്റ്റേറ്റാണ് ക്യൂൻസ്ലാൻഡ്. അടുത്തതായിട്ട് വെസ്റ്റേൺ ഓസ്ട്രേലിയ, പെർത്ത് അടങ്ങിയിരിക്കുന്ന സ്റ്റേറ്റാണ് വെസ്റ്റേൺ ഓസ്ട്രേലിയ. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ട്രാൻസ്പെർത്ത് ആപ്പാണ് അവിടുത്തെ ഏറ്റവും വലിയ ആപ്പ്. ഗൂഗിൾ മാപ്പും മൂവിറ്റും ആണ് അതർ ആപ്സ്. ട്രെയിൻസ് ഉണ്ട്, ബസ്സുണ്ട്, ഫെറിയും ഉണ്ട് പെർത്തിൽ. പെർത്ത് വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ ഭാഗമാണ്. അതുപോലെ അടുത്തത് സൗത്ത് ഓസ്ട്രേലിയ, അഡിലെയ്ഡ് ഇരിക്കുന്ന സ്റ്റേറ്റ്, മെട്രോമേറ്റ്, അഡിലെയ്ഡ് മെട്രോ, ഇതാണ് അവിടുത്തെ ഒഫീഷ്യൽ ആപ്പ്. ഗൂഗിൾ മാപ്സും മൂവിറ്റും, ട്രെയിൻസും ട്രാംസും ബസ്സസും ഉണ്ട്. ടസ്മാനിയയിലെ മെട്രോ ടസ്മാനിയ എന്നാണ് ആപ്പിൻ്റെ പേര്. ഗൂഗിൾ മാപ്പും മൂവിറ്റും ബസ്സസ് മാത്രമേ ഉള്ളൂ ടസ്മാനിയയിൽ. ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറി, ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ ഇരിക്കുന്ന കാൻബറ ഉള്ള ആ ഒരു ടെറിട്ടറിയാണ്. എനി ട്രിപ്പ്, ഗൂഗിൾ മാപ്പ്, മൂവിറ്റ്, ഇതാണ് അതർ ആപ്സ്. ട്രാൻസ്പോർട്ട് കാൻബറ എന്നുള്ള ആപ്പാണ് കാൻബറയിൽ യൂസ് ചെയ്യുന്നത്. ലൈറ്റ് റെയിലും ബസ്സസുമാണ് ഇവിടെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. അടുത്ത നോർത്തേൺ ടെറിട്ടറി ട്രാൻസിറ്റ്, അത് വെബ്സൈറ്റ് മാത്രമുള്ളവർക്ക് ആപ്പില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഏറ്റവും ഓസ്ട്രേലിയയിലെ പിന്നിൽ നിൽക്കുന്ന സ്റ്റേറ്റ് നോർത്തേൺ ടെറിട്ടറിയാണ്. ഇവിടെ പോയാൽ PR പെട്ടെന്ന് കിട്ടും, പക്ഷേ ഫെസിലിറ്റീസ് കുറവാണെന്ന് മനസ്സിലാക്കാം. NT ബസ് ട്രാക്കർ അൺഒഫീഷ്യലായിട്ടുള്ളതാണ്. ഒഫീഷ്യലായിട്ട് അവർക്ക് അതർ യൂസ്ഫുൾ ആപ്പ് ഒന്നും തന്നെ ഇല്ല. പിന്നെ ഗൂഗിൾ മാപ്പ്. അപ്പം ബസ്സസ് ആണ് അവിടെ ആകെയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ യൂസ്ഫുൾ ആപ്സ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓസ്ട്രേലിയയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ യാത്ര സുഗമമായിരിക്കും. That's all for today's video. This is Jaswin signing out from Hola World YouTube channel.